ഹലോ സൻവീസ് വേൾഡിലേക്ക് എല്ലാവർക്കും നമസ്കാരം. ഇന്നുണ്ടാക്കാൻ പോകുന്നത് നമ്മൾ ഇതേപോലത്തെ കവറുകളൊക്കെ വേസ്റ്റാക്കി കളയാറില്ലേ, ഇത് വെച്ച് പൂക്കൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് കാണിക്കുന്നത്. ഞാൻ ഇത് വെച്ചാണ് പൂക്കളുണ്ടാക്കി നിങ്ങളെ കാണിക്കുന്നത്. ഇത് ആട്ടപ്പൊടിയൊക്കെ മേടിച്ചൊരു കവറാണ്. ഇത് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ചെറിയ പീസുകളായിട്ടൊന്ന് ആദ്യം തന്നെ മുറിച്ചെടുക്കണം. ഇതേപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് വെച്ചാണ് പൂക്കൾ ഉണ്ടാക്കുന്നത്. ആദ്യം ഒരു പീസ് എടുത്ത് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കണം. അതിനുശേഷം കത്രിക വെച്ച് ഇതേപോലെ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ അറ്റത്തായിട്ടൊരു ഹോളും കൂടി ഇട്ട് കൊടുക്കണം. ഇതേപോലെയാണ് റെഡിയാക്കി എടുക്കേണ്ടത്. 4 എണ്ണമാണ് ഞാൻ ഇവിടെ ഒരു പൂ ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. പല സൈസിൽ വേണം. അതിനുശേഷം ഞാൻ ലൈറ്റർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മറുഭാഗം ഇതേപോലെ തിരിച്ച് പിടിച്ചിട്ട് ഇതേപോലെ ഒന്ന് ചൂടാക്കിയിട്ട് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കണം. എല്ലാ സൈഡും ഇതേപോലെ ആക്കിയെടുക്കണം. ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുത്താൽ മാത്രം മതി. എന്നിട്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇനി എല്ലാം ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം കത്രിക വെച്ചത് ഇതിൻ്റെ അറ്റം ഒന്ന് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കണം. ഇതേപോലെ എല്ലാം ഇനി ചെയ്തെടുക്കാം. 4 എണ്ണം ഞാനിത് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ ഒരു ഫ്ലോറൽ കമ്പി എടുത്തിട്ടുണ്ട്. ഒരു റോസ് കളർ മുത്തെടുത്തിട്ടുണ്ട്. അത് ഞാൻ നടുക്ക് ഇതേപോലെ ഒന്ന് കോർത്ത് കൊടുത്തിട്ട് ഒന്ന് പിരിച്ചു കൊടുക്കണം ടൈറ്റായിട്ട്. അതിനുശേഷം ഓരോന്നും ഇതേപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കണം. ആദ്യം ചെറുതാണ് ഇടേണ്ടത്. ഇതേപോലെ. ഇപ്പം നമ്മുടെ പൂവ് റെഡി ആയിട്ടില്ലേ, അടിപൊളി പൂക്കളാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. ഇനി ഇതിൻ്റെ അടിഭാഗത്തായിട്ട് കുറച്ച് ഗ്ലൂ ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കണം, എന്നാലാണ് ടൈറ്റായിട്ട് ഇരിക്കുകയുള്ളൂ. നമുക്ക് ഏത് കവർ വേണമെങ്കിലും ഉപയോഗിച്ച് ഇതേപോലെ അടിപൊളി പൂക്കൾ ഉണ്ടാക്കാവുന്നതാണ്. അതിനുശേഷം ഞാനൊരു ഗ്രീൻ ടേപ്പ് കൊണ്ട് ചുറ്റി കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഒരു കവർ കൊണ്ട് ഞാൻ ഇത്രയും പൂക്കളാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇത് ഞാൻ എല്ലാ കവറുകളും ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുത്തതാണ്. എൻ്റെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. ബൈ.